നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ സസ്പെൻഷനിലല്ല, ഡിസ്മിസ് ചെയ്യുകയാണ് ചെയ്തതെന്ന് പ്രതികരിച്ച് കെ മുരളീധരൻ രംഗത്ത്. രാഹുൽ മത്സരിക്കുമോ എന്നത് അനാവശ്യ ചർച്ചയാണെന്നും PJ കുര്യനെ തള്ളിക്കൊണ്ട് മുരളീധരൻ വ്യക്തമാക്കി. പാർട്ടിയിൽ ഇല്ലാത്ത രാഹുൽ മത്സരിക്കുമോ എന്നുള്ളത് തന്നെ അനാവശ്യ ചർച്ചയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അച്ചടക്ക നടപടി പിൻവലിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മത്സരിക്കുവാൻ അർഹതയുണ്ടെന്ന് തിരുത്തിപ്പറഞ്ഞ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം PJ കുര്യൻ രംഗത്ത് എത്തുകയായിരുന്നു. നടപടി പിൻവലിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല. CPM-ന് ഇല്ലാത്ത ധാർമ്മികത കോൺഗ്രസിന് എന്തിന് എന്നും കുര്യൻ പറഞ്ഞിരുന്നു. എന്നാൽ യുവതിയുടെ പീഡന പരാതിയെ തുടർന്ന് പാർട്ടി പുറത്താക്കിയിട്ട് മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലാണ് എന്ന തരത്തിലാണ് അദ്ദേഹം രണ്ടാം വട്ട വാർത്താ മാധ്യമങ്ങളോട് സംസാരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലാണ് എന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ വാർത്താ ചാനലിനോട് പ്രതികരിച്ചത്. ആ സന്ദർഭത്തിലാണ് മാങ്കൂട്ടത്തിൽ പകരം മത്സരിക്കുവാൻ ഒരാളാകാമെന്ന് പറഞ്ഞതും. ആ സന്ദർഭത്തിൽ അത് ശരിയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഷൻ പിൻവലിക്കുന്നതിനെ കുറിച്ചോ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനെ കുറിച്ചോ കൃത്യമായ ചോദ്യം എനിക്ക് ലഭിച്ചില്ല. സസ്പെൻഷൻ നീക്കിയതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റിന് അർഹനാണെന്നാണ് എന്റെ അഭിപ്രായം. സസ്പെൻഷൻ ഒഴിവാക്കണോ എന്ന കാര്യത്തിലും അഭിപ്രായമുണ്ട്. CPM-ൽ ഇത്തരം ആരോപണ വിധേയരായ നേതാക്കൾ ഉൾപ്പെടെ എത്രയോ പേർ സസ്പെൻഷനോ നടപടിയോ ഇല്ലാതെ നടക്കുന്നുണ്ട്. CPM-നോടും ചോദിക്കുക, നിങ്ങൾക്കും ഇത്തരം വിഷയങ്ങളിൽ ധാർമ്മികതയില്ലേ എന്ന്. പെരുന്നയിലെ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഒരു പ്രതിഷേധവും അറിയിച്ചില്ല. അദ്ദേഹത്തിന് എന്റെ പ്രസ്താവനയുടെ പൊസിഷൻ മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും കുര്യൻ പറഞ്ഞു. പാലക്കാട് മാങ്കൂട്ടത്തിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് കുര്യൻ ഒരു ടെലിവിഷൻ വാർത്താ ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു. ഇദ്ദേഹം കോൺഗ്രസിൽ ഇല്ലാത്തയാളാണ്, പാർട്ടി നടപടി നേരിടുന്നു. കുര്യന്റെ പരാമർശങ്ങൾ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയേക്കാമെന്ന സാഹചര്യത്തിൽ എത്തുകയായിരുന്നു. കുര്യന്റെ അഭിമുഖം ചാനലിൽ സംപ്രേഷണം ചെയ്തതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ചങ്ങനാശ്ശേരിയിലെ NSS ആസ്ഥാനത്ത് നടന്ന മന്നം ജയന്തി ആഘോഷങ്ങളിൽ ഇരുവരും കണ്ടുമുട്ടുകയായിരുന്നു. മാങ്കൂട്ടത്തിൽ കുര്യന്റെ അടുത്തേക്ക് വരികയും ഇരുവരും ഏതാനും നിമിഷം സംസാരിക്കുകയും ഉണ്ടായി. കുര്യനും രാഹുലും തമ്മിലെ സംഭാഷണ ദൃശ്യം സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടുകയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നൽകരുതെന്ന് പറഞ്ഞ വിഷയത്തിൽ പ്രതികരണവുമായി രാഹുൽ രംഗത്ത് വന്നു. ഓരോ വ്യക്തികൾക്കും അവരവരുടെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അതിൽ കാര്യമില്ലെന്നുമാണ് രാഹുൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം PJ കുര്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചതെന്നും സൗഹാർദ്ദപരമായ സംഭാഷണമാണ് ഉണ്ടായതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. ഓരോ വ്യക്തികൾക്കും അവരവർക്ക് അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജനങ്ങൾക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്, അതിൽ കാര്യമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ ഡബ്ബിംഗ് പലതും ഞാൻ കേട്ടു. അതിന്റെ ലിപ് മൂവ്മെന്റ് സിങ്ക് ആവുന്നില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഗൗരവത്തിൽ ഈ വിഷയം സംസാരിച്ചിട്ടൊന്നുമില്ല. ഇത്തരം വാർത്തകൾ വരുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. PJ കുര്യൻ സാറിനോട് അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കേണ്ടതില്ല. ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. സൗഹാർദ്ദപരമായ സംഭാഷണമാണ് ഉണ്ടായത്. പാലക്കാട് ആരായിരിക്കും UDF സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് പറയാനുള്ള അധികാരമുള്ള ആളല്ല താനെന്നും ഇപ്പോൾ അതിന് തീരെ അധികാരമില്ലെന്നും രാഹുൽ പറഞ്ഞു. നിലവിൽ MLA ആണ്. തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. മത്സരിക്കുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും പാലക്കാട്ട് ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. ഇതിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പൊതുവേദിയിൽ മുഖം കൊടുക്കാതെ പോയ സംഭവത്തിലും പ്രതികരണമുണ്ടായി. താനും രമേശ് ചെന്നിത്തലയും തമ്മിൽ സംസാരിക്കാത്തതോ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വാർത്തയായോ വിഷയമായോ തോന്നുന്നില്ലെന്നും ഇന്നലെ തങ്ങൾ സംസാരിച്ചുവെന്ന് സ്ഥാപിക്കേണ്ട കാര്യം തനിക്കില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ആരായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് UDF സ്ഥാനാർത്ഥി എന്ന് പറയാൻ അധികാരമില്ലാത്തയാളാണ് താനെന്നും അത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നുമാണ് രാഹുൽ പറഞ്ഞത്. മാധ്യമങ്ങളോടാണ് രാഹുലിന്റെ ഈ പ്രതികരണം. ചെന്നിത്തലയുമായി ഞാൻ സംസാരിക്കുന്നതോ സംസാരിക്കാത്തതോ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വാർത്തയോ വിഷയമോ ആയി തോന്നുന്നില്ല. മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി പെരുന്നയിൽ വെച്ച് സംസാരിച്ചിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുമായും സംസാരിച്ചിരുന്നു. അതൊന്നും കൗതുകമുള്ള വാർത്തയെ തോന്നുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ മതി. ചെന്നിത്തലയ്ക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇന്നലെ സംസാരിച്ചുവെന്ന് സ്ഥാപിക്കേണ്ട കാര്യമില്ല. എത്രയോ കാലമായി പരിചയമുള്ളവരാണ്. ഞാൻ ഇന്നലെ അവിടെ എത്തിയപ്പോൾ ആദ്യം സംസാരിച്ചത് അദ്ദേഹത്തോടാണ് എന്നും മാങ്കൂട്ടം പറയുന്നു.